ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ഗ്രാനി ചാപ്റ്റർ 1. അപ്പോൾ നമ്മളിത് ഇതുവരെയായിട്ട് കളിച്ചിട്ടില്ല, ഒന്ന് ആദ്യമായിട്ടാണ് കളിക്കണത്. നമുക്കൊന്ന് കളിച്ചു നോക്കാം. ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്, ഇതുവരെയായിട്ട് കളിച്ചിട്ടില്ല. ഇതിൽ 3 എസ്കേപ്പ് ഉണ്ട്: കാർ എസ്കേപ്പ്, ഡോർ എസ്കേപ്പ്, അണ്ടർഗ്രൗണ്ട്, അങ്ങനെ എന്തോ എസ്കേപ്പ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കാർ എസ്കേപ്പാണ്. ഗൈസ്, ഡേ 1 എന്തോ 5 ഡേ എന്തോ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ എസ്കേപ്പാണ്. എനിക്ക് കാറിൻ്റെ എന്തൊക്കെ വേണമെന്നൊക്കെ അറിയാം. നമുക്കൊന്ന് നോക്കാം. ഗൈസ്, ഇതത് ഇവിടെ ഒന്നും ഇല്ല. നമുക്കൊന്ന് ഡോർ നോക്കാം. ഇവിടുന്ന ഗ്രാനിയാ, ആ റൂമിൽ നിന്നാണ് ഗ്രാനി തന്നെ. നമ്മൾ തടിയൊക്കെ ഇറങ്ങിയിട്ട് ഇതവിടെ എന്തെങ്കിലും ഉണ്ടാ. ഗൈസ്, അതെന്താ സ്പാർക്ക് പ്ലഗ്? അതെന്തിനാ? അത് ലാസ്റ്റ് കാറിന് ആവശ്യം ഉണ്ടോ നോക്കാം. ഇവിടെ നമുക്ക് ഗ്രാനിയെ ചുറ്റിച്ചിട്ട് നമുക്ക് മേലെ പോവാം. അല്ലെങ്കിൽ ഗ്രാനി അവിടെ നിന്നിട്ട് നമ്മൾ മേലേക്ക് വരുമ്പോൾ പിന്നെ നമ്മൾ പിന്നാലെ വരും. ഇതെന്താ ഇവിടെ? ഇവിടെ എന്താ ഫ്രഞ്ച് ഉണ്ട്? ഫ്രഞ്ച് ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. നമ്മളിതാ ഇങ്ങോട്ട് കിടക്കുകയാണ്. അവിടെ റൂമുണ്ട്. അവിടെ റൂമിൽ നോക്കിയിട്ട് ചെയ്യാം. ചിലപ്പോൾ ഗ്രാനി ആ റൂമൊക്കെ എന്തായാലും വരും. നമ്മൾ മേലേക്ക് കണ്ടിട്ട്. പക്ഷേ അവിടെ എന്താ സ്വിച്ച് അതിമക്കിക്കണ്. അവിടെ ടെഡി ഉപകാരം ഉണ്ടാന്ന് എനിക്കറിയില്ല. ടെഡീനെ എടുത്താൽ പിന്നെ ഗ്രാനി മാത്രം പിന്നാലെ വരും. ഇനി അതിവിടെ സൗണ്ട് ഉണ്ടാക്കി ഫ്രഞ്ച് ഇവിടെ ഇട്ടിക്കണ്. ഇനി നമ്മൾ മേലെ പോയിട്ട് എന്തോ ഒരു വിച്ച് ഹാൻഡിൽ അങ്ങനെ എന്തോ കണ്ടല്ലോ, അത് പോയി നമുക്ക് എടുത്തോണ്ടണം. ഇതൊക്കെ ഗ്രാനി ഇപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ടാവും സൗണ്ട് ഇട്ടിട്ട്. ഗൈസ്, ഇത് നമ്മളെ പുറത്തൊരു കിണറുണ്ട്, അതിൽ ഉപയോഗിക്കുന്ന സാധനമാണ് തോന്നുന്നത്. നമുക്കൊന്ന് പുറത്തേക്ക് പോയി നോക്കാം. പുറത്തുനിന്ന് ഇവിടേക്കൊന്നും ഒരു ഇടവഴി ഉണ്ട്. ഇവിടെ സൗണ്ട് ഉണ്ടാക്കാം. അപ്പോൾ ഗ്രാനി ഇങ്ങോട്ട് വരും സൗണ്ട് ഇട്ടിട്ട്. പക്ഷെ ഗ്രാൻഡ്പ ഉണ്ടായി എന്താ കുഴപ്പമെന്ന് അറിയും. ഗ്രാൻഡ്പ സൗണ്ട് കേട്ടാൽ പെരിയല്ല. അതാണ് ഗ്രാൻഡ്പൻ്റെ കുഴപ്പം. പിന്നെ ഗ്രാൻഡ്പ എപ്പോഴും ഹാളിൽ ഇങ്ങനെ ഇരിക്കും. അങ്ങോട്ട് ഗ്രാനി മുകളിലാണെങ്കിൽ ഗ്രാൻഡ്പ താഴേക്കാരം. അങ്ങനെ പക്ഷേ നമുക്കിത് ഇവിടെ വെക്കാം. ഇവിടുന്ന് തിരിക്കേണ്ട. ഗ്രാനി വന്നാൽ ബാക്ക് കൂടെ ഇട്ടടിക്കും നമുക്ക് മുന്നിൽ ഇങ്ങനെ. അപ്പോൾ ഗ്രാനി ആ ഡോർ റോഡിൽ നിന്ന് വരുമ്പോൾ നമ്മൾ കാണും. അപ്പോൾ നമുക്ക് തന്നെ തിരിഞ്ഞെങ്ങനെ പോവാം. പക്ഷെ ഇതാണെങ്കിൽ ഇതെന്താ എൻജിൻ്റെ പാട്ട് കിട്ടി. പിന്നെ എൻജിൻ കൊണ്ടാക്കണം. എൻജിനെ കൊണ്ടുപോയിട്ട് നമ്മൾ കാറിൻ്റെ അവിടെ ഇടുക. പിന്നെ എന്തൊക്കെ വേണം. ഇനി നമുക്ക് ഗ്രാനി ഇവിടെ ഇല്ലല്ലോ. ഇല്ല. ഇനി ഇതാ എൻജി ഇവിടെ ഇടുക. ഇനി എന്താ ചുവപ്പ് കളർ ഫ്രഞ്ച് നമ്മളവിടെ സൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി ഇട്ടില്ലേ, അത് എടുക്കണം. പോവാം. നെക്സ്റ്റ് എന്താ കാർ ബാറ്ററി. കാറിൻ്റെ ബാറ്ററി വേണം. കാറിൻ്റെ ബാറ്ററി ഇവിടെ ഇടാൻ നോക്കാം. തുറക്ക്. കാറിൻ്റെ ബാറ്ററി ഇവിടെയാണോ? ആണ്. ഇനി ഫ്രഞ്ച് എടുക്കണം. സ്മാർട്ട് പ്ലഗ് വേണം അവിടെ. ഞാൻ കാണിച്ചു തരാം. സ്മാർട്ട് പ്ലഗ് നമ്മളവിടെ എടുത്താൽ മതിയെന്ന്. ഞാൻ വേഗം കഴിഞ്ഞിന്ന്. എന്താ ഫ്രഞ്ച് എടുത്തിട്ട് ഇവിടെ സൗണ്ട് ഉണ്ടാക്കാം. എന്നിട്ട് ഇതാ എടുത്തിട്ട് ഇപ്പോൾ ഗ്രാനി ഇങ്ങോട്ട് വരും. അപ്പോൾ നമ്മൾ ചുറ്റിയിട്ട് അവിടെ ഫ്രഞ്ച് ഇട്ടിട്ട് എന്തോ കാട്ടാണ്ട് അത് കാട്ടിയിട്ട് വരാം. അപ്പോൾ ഫ്രഞ്ച് എടുത്തിന് ശരിയാക്കാൻ പോവാണ്. ഇനി ഡോർ എസ്കേപ്പാണെങ്കിൽ ഡോർ എസ്കേപ്പ് എന്ന് കമൻറ്റ് ചെയ്യുക. അണ്ടർഗ്രൗണ്ട് എസ്കേപ്പാണെങ്കിൽ അണ്ടർഗ്രൗണ്ട് എസ്കേപ്പ് എന്ന് കമൻറ്റ് ചെയ്യുക. ഡോർ എസ്കേപ്പ് മുന്നത്തെ ഡോർ ഉണ്ടില്ല, അതിൽക്കൂടെയാണ് എസ്കേപ്പാണ്. അണ്ടർഗ്രൗണ്ട് എന്തോ അടിക്ക്, അത് നമുക്ക് നോക്കണം. ഇതൊന്നും ചെയ്തിക്കണ. ഇനി ഇത് അടക്കാം. സ്മാർട്ട് പ്ലഗ് എടുത്തോണ്ട മേലേക്ക് പോവാ. ഗ്രാനി ഇവിടെ വക്കത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പണിയാവും. ഇവിടെ ഇല്ല. ഇനി നമുക്ക് മേലേക്ക് പോകണം. ഗ്രാനി ഇവിടെ ഉണ്ടാ? പേടിയുണ്ട്. ഗ്രാനി അവിടെ അറിയില്ല. നമുക്ക് ഇതെങ്ങനെ പോവാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഗ്രാനി ആ ഡോറിൻ്റെ അവിടെ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ എന്താ വെപ്പൺ വേണം. അപ്പോൾ അതിൽ വെപ്പൺ ഉണ്ടാവും. അറിയില്ല ഗൈസ്, ഞാൻ നോക്കാം.
ഇതെന്താ മേലക്ക് ഓ മേലക്കൊക്കെ ഉണ്ട്. ഇതിവിടെ എന്താ? ആ ഇവിടെ അതാ അടിയിലേക്ക് ബാത്റൂമൊക്കെ പോണത്. നമ്മൾ ബാത്റൂം നോക്കിയിട്ട് ഇതെന്താ ഗ്രാൻഡ് പേര ഇതാക്കുമ്പോൾ ഇതെന്താ പൊളിഞ്ഞ് ഗ്രാനി ഇപ്പം ഇങ്ങോട്ട് വരും. അപ്പം നമ്മൾ ഗ്രാനി പോയി. ഗ്രാനി ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ അടിയിലേക്ക് പോയിട്ട് ബാത്റൂമിൽ എന്തെങ്കിലും ഉണ്ടാക്കുക. നമ്മൾ ഈ ഗ്രാൻഡ് പേര ഒന്ന് ഇടിച്ചിട്ടുക. ഗ്രാനിക്ക് ദേഷ്യം ഉണ്ടാകുമ്പോൾ ഗ്രാൻഡ് പേരായിട്ട് തല്ലി തീർക്കാനുള്ളതുകൊണ്ട് ഗൈസ് ഗ്രാനി ഇങ്ങോട്ട് വറ്റ അല്ലെങ്കിൽ നമ്മൾ ചാട്ടിന സൗണ്ട് ഇട്ട് അടിയിലേക്ക് വരുമോ. നമ്മൾ ഗ്രാനി വന്നിട്ട് നമ്മളെന്തെങ്കിലും ഉണ്ടാവും. കാർക്കി കിട്ടി. ആവശ്യമുണ്ടല്ലോ കാർക്കി. നമ്മൾക്ക് ഗൈസ് ഇത് വെച്ചിട്ട് നമ്മളെ കാറിൻ്റെ ഡിക്കി തുറക്കാൻ പറ്റുമോ. കാറിൻ്റെ ഡിക്കിയിൽ നല്ലൊരു സാധനം കിട്ടണേ. കാറിൻ്റെ ഡിക്കി തുറക്കുന്നു ഗൈസ്. വെപ്പണിക്ക് വെപ്പണ്. ഇനി ഗ്രാനി പോയിട്ടാ. ഗ്രാനി അവിടെ നമുക്ക് ഷോർട്ട് ഗൺ ഉണ്ടാക്കാം. പക്ഷേ കുറച്ച് സമയമല്ലേ. ഇതിനെക്കാട്ടിൽ വെപ്പണിക്ക് കണ്ടുപിടിച്ചാൽ ഒറ്റ മിനിറ്റ്. പക്ഷേ വെപ്പണിക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് പണിയാണ്. നമ്മൾ ആ ബാത്റൂം നോക്കിയില്ലെങ്കിൽ വെപ്പണിക്ക് പോയിന്ന്. ഗൈസ് ഇതെന്താ? ഇതല്ലേ സൂചി കുത്തിവെച്ചാൽ ബോധം കെടും ആ സാധനം. ഇപ്പോൾ ഗ്രാനി ഇപ്പം ഇങ്ങോട്ട് വരും. അവർക്ക് ഗ്രാനി അങ്ങോട്ട് പോകുമ്പോൾ ചിലപ്പോഴെങ്കിൽ ഇതവിടെ അവിടെ ഉണ്ടാവും. അതാണ് ഞാൻ ഇവിടെ വെക്കണത്. ഗ്രാനി വരുന്നുണ്ട്. വെച്ചിക്കണ്. ഏതെന്താ? ചത്ത്. 2 മിനിറ്റിന് ഇനി ഗ്രാനി വരില്ല. അതാണ് പറയേണ്ടത്. എന്താ പോവാനിട്ടിനി ഞാൻ എന്താ അവിടെ തിളങ്ങുണ്ടായി. നിങ്ങൾ കണ്ടാൽ അറിയില്ല. വേണമെന്നില്ല. അപ്പം നോക്കണേ. അവിടെ എന്തോ തിളങ്ങുണ്ട്. നമുക്കൊന്ന് അടിച്ചിട്ടോക്കാം. കറക്റ്റ് ചാടി. അതെന്താണ്? സ്ക്രൂ ഡ്രൈവർ. കാരണം നമ്മളിതൊരു കിച്ചണിൽ നോക്കിയില്ലല്ലോ. ഉറപ്പാണ് കിച്ചണിൽ ഒന്നും ഉണ്ടാവില്ല. കാരണം ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അതിൽ ചിലർ കിച്ചൺ നോക്കും ഒരു കുന്നും ഉണ്ടാവില്ല. അതേ മറ്റേക്കാരോ കിച്ചണിൽ ഒന്നെന്തെങ്കിലും ഉണ്ടാവും. നമുക്കൊന്ന് നോക്കാം. ആദ്യം ഇവിടെ സേഫ് കിട്ടി. സേഫിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ എന്താ കിട്ടുക? ചെയിൻ കട്ടർ കിട്ടി. ഞാൻ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ഒരു ബുക്കുണ്ട്. ആ ബുക്ക് എന്തോ വെക്കും. എന്നിട്ട് ആൾ സ്പൈഡർ കീ തരും. സ്പൈഡർ കീ വെച്ചിട്ട് നമ്മൾ എന്താ കിട്ടുക? എന്തോ അണ്ടർഗ്രൗണ്ട് എന്തോ പോവും. അത് നമുക്കൊന്ന് അങ്ങോട്ട് അവിടെ എന്തോ സ്ക്രൂ ഡ്രൈവറിൻ്റെ പണിയുണ്ട്. നമുക്ക് അവിടെ നോക്കാം. ആ ബുക്ക് വെച്ചിട്ടാണ് ഇതിലുള്ള അത് നമുക്ക് എടുക്കാം. ഇത് ഇവിടെ വെക്കുക. നമ്മൾ കിച്ചണിൽ ഒന്ന് നോക്കാം. അതിന് ആദ്യം ഗ്രാനീനെ ഒന്ന് ശരിയാക്കിയിട്ട് അടുത്ത് ഗ്രാനി ഇപ്പം എന്തായാലും നീച്ചിട്ടുണ്ടാവും. ഇനി ഗ്രാനി എവിടുന്നാണ് വരുന്നത് നോക്കണം. എന്നിട്ട് കിച്ചണിൽ ലാസ്റ്റ് നോക്കാം. നമുക്ക് ആ സ്മാർട്ട് പ്ലഗ് കൊണ്ടുപോയി വെക്കാനുള്ളതല്ലേ. ഗ്രാനി തുറന്നത് തന്നെ. ഷൂട്ട് ചെയ്തു. ഗ്രാനി ചത്തുകണ്. ഇനി സ്മാർട്ട് പ്ലഗ് എടുത്തിട്ട് നമുക്കവിടെ വെക്കാം. പിന്നെ ഓയിൽ വേണ്ടേ? കാറിന് എൻജിൻ തന്നെ അല്ലേ. അപ്പോൾ ഓയിലൊക്കെ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് സ്മാർട്ട് പ്ലഗ് വെച്ചാൽ മുന്നത്ത് കണീനു. ഇതെന്താ ഇവിടെ എന്താ ഇല്ല. എനിക്ക് മനസ്സിലായി. ഷട്ടർ കൊടുക്കാൻ പാഡ്ലോക്ക് വേണം. ഞാൻ ഇതിലായിട്ട് നോക്കിയില്ല. എനിക്ക് അറിയാം അത് പാഡ്ലോക്ക് വേണമെന്ന്. പക്ഷെ പാഡ്ലോക്ക് കൊടുത്താൽ കിട്ടുകയെന്നറിയില്ല. ഞാൻ ബുക്ക് എടുക്കണം. ഇതെന്താ 2 എഴുതി വെച്ചിക്കണ്. ഞാൻ ബുക്ക് എടുത്തിട്ട് തന്നെ ഒരു കാര്യം കാണിച്ചിട്ടതാ. ഇവിടെ സ്വിച്ച് ഉണ്ട്. അത് ഇങ്ങോട്ടാക്കുക. അപ്പോൾ ഇതെന്താ ഇതാവും. ഇതിൻ്റെ ഉള്ളിൽ ബുക്ക് കൊണ്ടുവെക്കും. ഈ ആൾ ഇങ്ങോട്ട് എനി വന്നിട്ട് നമ്മളൊന്നും കാട്ടൂല കേട്ടോ. എനി വന്നിട്ട് ഒരു കീ തരും. സ്പൈഡർ കീ. അതെടുത്തിട്ട് നമ്മൾ ഞാൻ അവിടെ സ്ക്രൂ ഡ്രൈവർ എടുത്തില്ല. അത് ഓപ്പൺ ആക്കിയിട്ട് അവിടെ എന്തോ വീൽ ക്രാങ്ക് ആവശ്യമുണ്ട്. അത് നമ്മൾ നോക്കിയില്ലല്ലോ. വീൽ ക്രാങ്ക് ഞാൻ നോക്കട്ടെ. വീൽ ക്രാങ്ക് ഇവിടെ ഉണ്ടാവും. ഞാൻ ഇവിടെ ഡോറ് കണ്ടിയത്. അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുമോ? കുഴപ്പമില്ല. ഇവിടെ ഗ്രാനീനെ പൂട്ടാന്ന് തോന്നുന്നു. വീൽ ക്രാങ്ക് വീൽ ക്രാങ്ക് കിട്ടി. ഇത് പണിയാണല്ലോ.
വീൽ ക്രാങ്ക് പടക്കം എടുക്കട്ടെ. ഇനി നമുക്കിത് എടുക്കാം. ഇനി നമ്മൾ ഗ്രാനീനെ കാത്തുക്കുകയാണ്. ഗ്രാനി എന്താ ഇവിടെ ഷോർട്ട് കണ്ണിൻ്റെ ഇതുണ്ട്, പക്ഷെ അത് എങ്ങനെ വരിക എന്നൊക്കെ അറിയില്ല. എങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ വരിക? ഗ്രാനി ഒന്ന് വേഗം വാ. നമുക്ക് ഗ്രാനിനെ ഇങ്ങോട്ട് വന്നില്ല, അങ്ങോട്ട് പോയി വെക്കണം. ഇവിടെ സൗണ്ട് ഉണ്ടാക്കിയിരിക്കണ്. ഇപ്പം ഗ്രാനി ഇങ്ങോട്ട് വരും. നമ്മൾ ഇവിടെ നിൽക്കുകയാണ്. ഗ്രാനി വരുന്നുണ്ട്. ഷൂട്ട് ചെയ്തെന്താ? ആ ഉണ്ടാ പോയിട്ടാ ഗ്രാനി അതിൻ്റെ മേലെ കിടന്ന്. ഇനി എടുത്തുകണ്. ഇനി നമുക്കിത് ഇവിടെ വെക്കാം. ലഡാ സോറി. ഇനി നമ്മൾ ഇത് വലിയ കഷ്ടമായല്ലോ. ഇനി നമ്മൾ ആ വീൽ ക്രാങ്ക് എടുത്തിട്ട് മേലെ പോവാം. ഇവിടെ വീൽ ക്രാങ്ക് കിട്ടിയാൽ അവിടെ ഞാൻ കുറച്ച് മേലായിട്ടില്ല ഇട്ട് ഉരുണ്ട് വന്നിക്കണ്. ഈ വീൽ ക്രാങ്ക് എന്തോ ഞാൻ കാണിച്ചു തരാം. ഇത് വീൽ ക്രാങ്ക് ഇതാ ഇവിടെ ഇട്ട്, എന്നിട്ട് നമ്മൾ ആ സ്പൈഡർ കീ കൊണ്ടുവരണം. ഇവിടെ സ്പൈഡർ കീ യൂസ് ചെയ്താൽ എന്തോ തോറി കാണിച്ചു തരാം. സ്പൈഡർ കീ ഓലിങ്ങനെ വന്നിട്ട് താഴ്ത്തിനെയാണ്. പിന്നെ ഓല് കാട്ടൂലട്ടാ, പേടിക്കാനില്ല. ഇത് സ്പൈഡർ കീ എടുത്ത് ഇതാ തുറക്കുക. ഇത് രണ്ടും അയക്കിടുക. സ്ക്രൂ ഡ്രൈവർ ഇത് നമ്മളയക്ക് ചാടുക. ഇനി പിന്നെ അയക്കൊന്ന് വടിയിടാ. ഇങ്ങോട്ട് ഗ്രാനി വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ സ്ക്രൂ ഡ്രൈവർ ഇവിടെ ഗൈസ്, ഇതെല്ലാം നമ്മളെ ഗാരേജ് ഇതാ. ഇവിടെ സൗണ്ട് ഇറക്കിയിട്ട് ഗ്രാനിയാണ്ട് വന്നിട്ട് എന്താ എങ്ങോട്ട് ഇല്ലല്ലോ. ഇവിടെ എന്തോ ഇതാ ആ എട്ടുകാലിയാണ് ഞാൻ പറഞ്ഞത്. ഇത് ഗ്രാനേക്കാടി അപ്പുറമാണ് ഈ സാധനം. കാരണം ഇതാണെങ്കിൽ ഗ്രാനേക്കാടി സ്പീഡൊക്കെ ഉണ്ടാവും. പിന്നെ ഇത് ഇവർ ഇതാ വരുന്നു എന്ത് സ്പീഡിലാണ് വരുന്നു നോക്കി. ഇതൊക്കെ അത് പോട്ടെ. ഇതാ ഇവിടെ നിൽക്കുന്നുണ്ട്. അത് പോയി തോന്നുന്നു ആയിട്ട് ഒന്ന് നിൽക്കല് വൈക്കാൻ നിൽക്കുന്നുണ്ടാവും. എവിടുക്കാ പോകേണ്ടത് കൺഫ്യൂസ് അടിച്ചിട്ട്. അതാ പോണ്. നമുക്കത് ഈ വീൽ ക്രാങ്ക് എടുത്തിട്ട് അവിടെ വെക്കണം. ഇതെവിടെയാണ് വെക്കണം. അപ്പം അതെന്തോ നമുക്ക് ഇവിടെ എന്തോ ഒരു ഇതുണ്ട്, ഒരു ഇരുമ്പിൻ്റെ ഇതോ. അത് നമ്മൾ ഓപ്പൺ ആക്കണം എന്നൊന്നുമില്ല. നമുക്ക് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാൻ ആക്കാണ്. കാരണം എന്താ അറിയോ, നമ്മളിങ്ങനെ ഈ സാധനത്തിനെ കാണും സ്പീഡറിനെ. അപ്പോൾ നമ്മൾ വേഗം ഓടുന്നേരത്ത് ദിമ തട്ടിയാണ്ട് ഓടാൻ പറ്റൂല. അത് നമുക്ക് വേഗം ഓടാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇത് വെച്ചിട്ട് കാണുമ്പോൾ. നമുക്ക് സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ഒരു സാധനം തിരിക്കാണ്ട് ആക്കില്ലേ. ഇവിടെ ഒന്നും ഇല്ലല്ലോ. അതാ ഇതിൽ കൂടെ വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ഇതുണ്ട്. ഇതിൽ കൂടെ വരും. അപ്പോൾ നമ്മൾ ഇതിൽ കൂടെ ഓടിയിട്ടതാ. ഇത് നെക്കറിയ വഴി. ആ ഗേറ്റ് ഉണ്ടായ ഗേറ്റിൻ്റെ അപ്പുറത്ത് ഇങ്ങോട്ട് ഇതുണ്ട്. അവിടെയാണ് നമ്മൾ സ്ക്രൂ ഡ്രൈവർ ഫിറ്റ് ചെയ്യേണ്ടത്. പക്ഷെ വരുമ്പോഴാണ് എനിക്കറിയാത്തത്. ഇതാണ് അണ്ടർഗ്രൗണ്ട് തന്നെ തോന്നുന്നു. ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ. നമുക്ക് കൂകുവീൽ പ്ലാസ്കി കിട്ടി. നമുക്കൊന്ന് കൂകുവീലായിട്ട് ചെയ്തോ. കൊണ്ട് വന്നേല്ലേ. നമുക്ക് എന്നിട്ട് കിച്ചണൊക്കെ വെക്കണതാ. ഇത് നമുക്ക് കൂടെ വരിക. ഇതിനെന്തൊക്കെയാണ്? റസ്റ്റി പാഡ്ലോക്കാണ്. ലിവർ വേണം. പിന്നെ ചെയിൻ കട്ടർ നമുക്ക് കിട്ടിയിരിക്കണ്. റസ്റ്റി പാഡ്ലോക്ക് അത് നമുക്കിത് അടുത്ത പ്രാവശ്യം നോക്കാം. ഇത് നമുക്ക് അവിടെ കൊണ്ടുപോയി ഇടണം. ഇവിടുന്ന് സൗണ്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു വഴി കൂടെ പോവുക. എന്തായാലും നമ്മളവിടേക്ക് എത്തണം. അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇരിക്കാം. ഗൈസ്, ഇത് സൗണ്ട് ഉണ്ടാക്കുക. ബെൽക്കാണെങ്കിൽ കേൾവില്ലേ. തിരിഞ്ഞുപോയി. നമ്മൾ കണ്ട സൗണ്ട് ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാ. ആണ്ട് പോയി. ഇത്
ഇത് ഗ്രാനി അല്ല അതുകൊണ്ട് ഗ്രാനിക്കാണെങ്കിൽ ചെവി കേൾക്കാം പക്ഷെ കണ്ണ് കാണൂല അതുകൊണ്ട് പക്ഷെ ഇതിനാണെങ്കിൽ ചെവി കേൾക്കൂല കണ്ണ് കാണും അതവിടെ ഇട്ടിക്കണ് ഇനി നമ്മൾ പോയിട്ട് ഒന്നുപാടി കുറേ സാധനമൊക്കെ ഇവിടെ ഉണ്ടാവും ആ ഇപ്പോൾ പോയി ജസ്റ്റ് മിസ്സിനാ പോയത് ഞാൻ നേരത്തെ ഇങ്ങനെ തിരിഞ്ഞാൽ പോയി ഇത്രേ പറയുള്ളൂ ഒന്ന് പോട്ടെ സാധാ പോണ് നമ്മളെങ്ങനെ ഇവിടെ നോക്കിയില്ലല്ലോ ഇതെന്താ ഇവിടെ ഇവിടെ എന്താ പ്ലേ ഓഫ് സ്കീ ഗൈസ് അപ്പോൾ നമുക്കൊരു പ്ലേ ഓഫ് സ്കീ കിട്ടി അപ്പോൾ എത്ര 2 കോക്കുവീൽ വേണം തോന്നുന്നു ഇവിടെ ഒന്ന് സെർച്ച് ചെയ്യാം 2 കോക്കുവീൽ വേണം അതിലൊരു കോക്കുവീൽ കിട്ടിയാണ് അപ്പോൾ നമുക്ക് പ്ലേ ഓഫ് സ്കീൽ പാഡ്ലോക്കി ആണെങ്കിൽ നമ്മൾ ഓയിൽ വേണമല്ലേ ഓയിൽ വേണം ഓയിലും പാഡ്ലോക്കി കിട്ടി നമ്മളെ കളി കഴിഞ്ഞിട്ടാ ഗൈസ് എവിടെ കൂടെ വരിക ജസ്റ്റ് മിസ്സിട്ട് നമ്മളെ കണ്ടുകള് അത് എന്നാലും ഒന്ന് എത്ര പെട്ടെന്നാ ഞാൻ ഇപ്പം ഇറങ്ങിയ പോയി ഇതെന്താ ഗൈസ് അതിൻ്റെ ഐസ്ക്രീം കോലി കാണുന്നുണ്ട് ഗൈസ് ഒരു കോകുപോലും കിട്ടിയ ഗൈസ് നമുക്ക് സേഫ്റ്റി കിട്ടിയില്ല സേഫിൻ്റെ ഉള്ളിൽ ശരിക്കും പാഡ്ലോക്കി കണ്ടപ്പോൾ അവിടെ കണിയിട്ട് ഈ കണി മറിച്ചിട്ടാണ് ഇട്ടിക്കണ് അപ്പോൾ എന്തായാലും നമ്മൾ മേത്ത് തട്ടുമെന്ന് ഉറപ്പില്ല ഇത് പോയേക്കാം പൊക്കി അരുവ പൊട്ടി പക്ഷെ ഇങ്ങോട്ട് ഗ്രാനി പറ്റില്ലല്ലോ പക്ഷേ ഈ സൗണ്ട് ഇട്ടിട്ട് വരും ഇതാ വന്നു ഇതെത്ര ഇങ്ങനെ കയറാൻ പറ്റുമോ ഇങ്ങനെ നിൽക്കാൻ എത്തണില്ല നമുക്ക് ഇങ്ങനെ തന്നെ പോവാം ഗ്രാനി കുറച്ച് നേരം അടക്ക് നമുക്കൊന്ന് നോക്കാം സാറൊക്കെ അതാ ഗ്രാനി അവിടെ ഉണ്ട് അത് കുഴപ്പമില്ല ഗ്രാനി അവിടെ നോക്കിയിരിക്കല്ലേ ഇതാ ഇത് വെച്ചിട്ട് നമുക്കൊന്ന് ഗ്രാനീനൊന്ന് ശരിയായി കിട്ടാം ഇത് എടുത്തുകൊണ്ട് ഇവിടെ സൗണ്ട് ഉണ്ടാക്കി ഗ്രാനി വരി ഒരു ഇഞ്ചക്ഷൻ ഇനി അവിടെ ഇരുന്നോ വയസ്സെന്ത് ഇവിടെ വെച്ചാൽ നമ്മൾ പെട്ടെന്ന് വരുമ്പോൾ ഇവിടുന്ന് പെട്ടെന്ന് നിൽക്കുക ഇവിടേക്ക് ആരും വരാനും പറ്റില്ല അതാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇനി നമ്മൾ ഇവിടെ നോക്കട്ടെ വാട്ടർ വെല്ലോ ഞാൻ പറഞ്ഞിട്ട് ഒന്നും ഉണ്ടാവില്ല വെടിയൊന്നുമില്ല വെടിയൊന്നുമില്ല പൂഞ്ചിയില്ല ഇതാണ് നോക്കിയാൽ കുഴപ്പം വാട്ടർ വെല്ലോ കണ്ടില്ലേ അതെന്തിനാ നമുക്ക് ലാസ്റ്റ് വാട്ടർ വെല്ലോ നോക്കാം ആവശ്യം ഉണ്ടാകും ആദ്യം നമുക്ക് പ്ലേ ഓഫ്ത്തെ ഇതൊക്കെ ഒന്ന് ഇതാക്കട്ടെ എന്തായാലും ഇനിയൊരു സാധനപാടിയെല്ലാം എടുക്കാനുള്ളൂ പ്ലേ ഓഫ്ത്തെ ഗൈസ് നമ്മൾ ഒന്നുപാട് ചാടണം എന്ന് തോന്നുന്നു ഗൈസ് കാരണം നമ്മൾ ഇവിടുന്ന് എടുക്കാൻ പറ്റൂല ആ സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചതാ ഇവിടുന്ന് എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ 2 വട്ടം ചാടേണ്ടി വരും പിന്നെ അയക്കാൻ എന്നിട്ട് വന്നിട്ട് പുറത്തേക്ക് ഇടണം ചുറ്റിക്ക് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം നമ്മൾ ഇതായിട്ട് റൂം സെർച്ച് ചെയ്തിട്ട് സെർച്ച് ചെയ്താത്ത റൂം ഞാൻ കാണിച്ചു തരാം ഇവിടെ എന്താ ചിക്കനൊക്കെ ഉണ്ട് ഇവിടെ എന്താ ഡോറുണ്ട് ഇവിടെ ഒന്നുമില്ല ഇതാ കാക്ക ഇതാ റെസ്റ്റി പാഡ്ലോക്കി ഇതെന്താ ഹാമർ വെച്ച് പ്ലാങ്കൊക്കെ ശരിയാക്കിയാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാം ഗൈസ് ഇതാണ് ലീവ് നമുക്ക് അണ്ടർഗ്രൗണ്ട് എസ്കേപ്പിനുള്ള ഒക്കെ കിട്ടി ലിവറിൻ്റെ അരി ഇത് യൂസ് ചെയ്യാൻ തോന്നുന്നു ഇക്കും ഗൈസ് അത്യാവശ്യം അണ്ടർഗ്രൗണ്ടാണ് നമുക്ക് അത് ചെയ്യാം പക്ഷേ അതേമാതിരിയല്ലല്ലോ ഇതും ഞാൻ നേരത്തെ ഒന്നും കിട്ടൂല നമുക്ക് അതേമാതിരി പക്ഷേ ഇതിൽ കാർ എസ്കേപ്പിന് വേണ്ടി കുറേ സാധനം കിട്ടിയാണ് നമുക്ക് അപ്പം തന്നെ പക്ഷെ പാഡ്ലോക്ക് കിട്ടണില്ല ഗൈസ് അങ്ങനെ ഗ്രാനി വരുന്നുണ്ട് ഗ്രാനി ഷൂട്ട് ചെയ്തു ഇനി നമ്മൾ ചെയിൻ കട്ടറല്ല നമ്മൾ ഹാമറല്ല എടുത്തിട്ട് ഞാൻ മറന്നിങ്ങനെ ഹാമർ എടുത്തിട്ട് മേലെന്തോ നമ്മൾ പൊളിച്ചിട്ട് ഓർമ്മ ഉണ്ടാകും ആദ്യം മേലെ പോയപ്പോൾ അവിടെ എന്തോ അപ്പുറത്ത് പ്ലാങ്ക് കണ്ട ആ പ്ലാങ്ക് ഇതാക്കിയിട്ട് അപ്പുറത്തേക്ക് കടക്കാൻ തോന്നുന്നു വെച്ചിട്ട് പാലം വെക്കണതിൽ വെച്ചിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഇത് വളരെ അവിടെ റൂമും ഉണ്ട് തോന്നുന്നു പ്ലേസ് ചെയ്യാൻ പറ്റും പ്ലേസ് ചെയ്തിട്ട് ഇങ്ങോട്ട് കിടക്കാം ഇവിടെ ഒന്നുമില്ല അതിൻ്റെ മേലെ ഷോർട്ട് ഗണ്ണിൻ്റെ പാർട്ടുണ്ട് അത് ആവശ്യമല്ലോ നമുക്ക് അവിടെ ഇറങ്ങിയിട്ട് ചെയിൻ കട്ടർ എടുത്ത് കൊണ്ടുവരാം എന്നിട്ട്
ഞാൻ കണ്ടു ഒരു ഫാനുണ്ട്. ആ ഫാനിൻ്റെ ഇവിടെ അതിൻ്റെ ഉള്ളിലൊരു സാധനമുണ്ട്. അതിൽക്കൂടെ വയറിങ്ങനെ പോകുന്നുണ്ട്. അത് മുറിച്ചു കൊടുത്താൽ ആ ഫാൻ നിൽക്കും. അതിൻ്റെ ഉള്ളിൽ നിന്ന് സാധനം എടുക്കണം. അതെന്താണെന്ന് എനിക്കറിയില്ല. നമുക്കൊന്ന് നോക്കാം. ഇതപ്പുറത്ത് പോവാം. അങ്ങനെ ഇവിടെ എത്തിയിട്ട് ഇതാണ് കോകുവീല്. അതായത് അടഞ്ഞ് കൈസ് അടഞ്ഞ് നമുക്ക് കോകുവീൽ എടുക്കാം. ഇതെന്താ ഗൈസ് വണ്ടിയിൽ ഒഴിക്കാനുള്ള ഓയിൽ കിട്ടി. വണ്ടിയിൽ ഒഴിക്കാനുള്ള ഗൈസ്. അപ്പം ഇനി പ്ലേ ഹൗസിൻ്റെ ഉള്ളിൽ പാഡ്ലോക്കി അല്ലെങ്കിൽ വാട്ടർ മെലോണിൻ്റെ ഉള്ളിൽ പാഡ്ലോക്കി. നമ്മൾ ഒക്കെ നോക്കാൻ ഒക്കെ സ്പൈഡറും ആ സ്പൈഡറിൻ്റെ ഇവിടെ പോയിട്ട് നമ്മൾ ഉള്ളൊക്കെ നമ്മൾ തുറന്നിക്കണ്. പിന്നെ സേഫ് തുറന്നിക്കണ്. നമ്മൾ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് വാട്ടർ മെലോൺ ഇതുള്ളൂ. അതിൽ ഏതെങ്കിലും ഒന്ന് പക്ഷെ നമുക്കിനി ഗ്രാനി ഇട്ട് വരുന്ന അടിയിക്ക് പോണ് പ്ലേ ഹൗസിൻ്റെ ഉള്ളിൽ. അല്ലെങ്കിൽ ഞാൻ കുറച്ച് പണികളുള്ളൂ ഗൈസ്. ഗ്രാനി ഒക്കെ വരാത്ത നീച്ചിട്ടില്ലേ കുറേ നേരമല്ലോ ഗൈസ്. അതാ ഗ്രാനി പോകുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഇതവിടെ നിൽക്കാം ഗൈസ്. ഗ്രാനി നമ്മളെ കണ്ടു. ഗ്രാനി കണ്ടിട്ടില്ല, ജസ്റ്റ് മിസ്സിനാണ്. കണ്ടാൽ വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഗ്രാനി നമ്മളെ വീണ സൗണ്ട് ഇട്ടിട്ട് അങ്ങോട്ട് വരും. അതിനുള്ളിൽ നമ്മൾ പുറത്തിറങ്ങിയിട്ട് പാഡ്ലോക്കി ആണെങ്കിൽ എസ്കേപ്പായി. വേറെ ഒന്നും പറയാനില്ല. നമ്മളൊരു കോകുവീല് ഒന്ന് എടുത്തിട്ട് വരാം. അതിന് നമ്മൾ ആ സ്പൈഡറിൻ്റെ ആ ഉള്ളിൽ കയറിയപ്പോൾ നമ്മൾ ആ റെട്ടീന്ന് അതിന് നമ്മൾ പോയി എടുത്തോണ്ടണം. പാഡ്ലോക്കി ആവണേ നമ്മളിങ്ങനെ പോകണം. കാരണം മറ്റേക്കൂടെ പോവുകയാണെങ്കിൽ നമ്മൾ ആ ബാത്റൂമിലാണ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ പോണ്. നമ്മളിതാ ഗ്രാനിനൊന്ന് ഷൂട്ട് ചെയ്ത് ഇടാം. ഞാൻ വേവേട് ചെയ്യും. ഇനി ഇത് ലാസ്റ്റത്തെ ഷൂട്ട് ഞാൻ ചെയ്യൂല. കാരണം ഇനി പിന്നെ പാഡ്ലോക്കി ആണെങ്കിൽ നമ്മൾ എസ്കേപ്പാണ്. ഗ്രാനി എങ്ങനെ കാണാനാ? ഷൂട്ട് ചെയ്തിട്ട് ഞാൻ വേണ്ട. ഇനി ഇവിടെ ഇടുക. നമ്മൾ തിരിഞ്ഞ് വരുന്നു. കോകുവീൽ എടുക്കുന്നു. നമ്മൾ തിരിഞ്ഞ് വരുന്നു. ഗ്രാനിനെ മാറ്റുന്നു. എനിക്ക് പാഡ്ലോക്കി ആണെങ്കിൽ അത് എസ്കേപ്പ് ആക്കിയിട്ടില്ല. അതാണ് എനിക്ക് ഇത്ര ഇത്. നമുക്ക് നോക്കാം ഗൈസ്. ലാസ്റ്റ് പാഡ്ലോക്കി കിട്ടി ഗൈസ്. നമ്മൾ അപ്പം ഇനി എസ്കേപ്പായി. ഇനി പറയാനൊന്നുമില്ല. ഗ്യാസ് ഓയിൽ നമ്മൾ അവിടെ ഇട്ടുകണേ. അത് നമ്മൾ ഒഴിക്കണം. ഇനി ആ ഷട്ടർ പൊന്തിക്കുക പാഡ്ലോക്കിയിട്ട്. ഈ പാഡ്ലോക്കിയാണ് കുറച്ച് പണി. ഒക്കെ കിട്ടും. ലാസ്റ്റ് പാഡ്ലോക്കി മാത്രം കിട്ടൂല. അങ്ങനെ ഒരു വരും. അല്ലെങ്കിൽ എൻജിൻ അല്ലെങ്കിൽ ഫ്രഞ്ച് അങ്ങനെയൊക്കെ ചെയിൻ കട്ടർ ഒക്കെ കിട്ടണേ കുറച്ച് പണിയാണ്. ഇതൊക്കെ പൊന്തിച്ചിക്കണ്. ഇനി നമ്മൾ ഓയിലെടുത്തിട്ട് വണ്ടിയിലേക്ക് ഓയിലോടെ ഇവിടെ ഇട്ട് ഇവിടുന്ന് എടുത്തിട്ട് ഓയിൽ ഒഴിക്കുന്നു. കാറിൻ്റെ ചാവി നമ്മൾ കൂട്ടുന്ന വെച്ചിട്ടുണ്ടല്ലോ. കൂട്ടുന്ന വെച്ചാൽ അതിൽ ഡിക്കി കൊടുക്കാൻ പറ്റുമോ? ഇനി കാറിൻ്റെ ഓയിൽ ഒഴിക്കണ്. ഇനി ഡിക്കി കാർ കീ എടുത്തു, ഓണാക്കി. അങ്ങനെ സ്റ്റാർട്ട് കൊടുത്തു. റിവേഴ്സ്. ഗൈസ് ഞാൻ ഫൈനലി നമ്മൾ എസ്കേപ്പ് ആകാൻ പോവുക കേട്ടോ. ഗൈസ് ഞാൻ എസ്കേപ്പായി. നമ്മൾ ആദ്യമായിട്ടാണ് എസ്കേപ്പ് ആകുന്നത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ.